ഭൂനിയമ ഭേദഗതി വിഷയത്തിൽ അതിജീവന പോരാട്ടവേദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM ജില്ലാ നേതൃത്വം. അതിജീവന പോരാട്ടവേദി കപട പരിസ്ഥിതി സംഘടനയാണെന്നും കോർപ്പറേറ്റുകളുടെ ബിനാമിയാണെന്നും ആരോപണം. ഭൂപതിമ ഭേദഗതി ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഗവർണർക്ക് നിവേദനം കൊടുത്തവരാണ് ഇപ്പോൾ ചട്ടം രൂപീകരണം കൂടി തടയുവാൻ ശ്രമിക്കുന്നത് എന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ഭൂനിയമ ഭേദഗതി വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അതിജീവന പോരാട്ടവേദി നേതൃത്വം രംഗത്ത് വന്നിരുന്നു. സമവായത്തിലൂടെ ചട്ടം രൂപീകരിക്കാമെന്നായിരുന്നു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചട്ടം രൂപീകരിച്ച ശേഷം അത് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ ആരോപിച്ചത്. ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് CPIM നേതൃത്വം മറുപടി നൽകുന്നത്. ചട്ടം രൂപീകരിക്കുന്നതിന് മുൻപേ തോക്കിൽ കയറി വെടിവെക്കുവാനാണ് അതിജീവന പോരാട്ടവേദിയുടെ ശ്രമമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ പറഞ്ഞു. ചട്ടത്തിന് രൂപം നൽകുന്നത് അതിന്റെ കരട് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കരട് ചട്ടങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരുമായി ചട്ടങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി സമവായം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇത് നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടും തോക്കിനകത്ത് കയറി വെടിവെക്കുകയാണ് ഈ അതിജീവന പോരാട്ടവേദി എന്ന കപട സംഘടന എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത് ചട്ടം വരട്ടെ, ചട്ടം വന്ന് ചട്ടത്തെ സംബന്ധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്യുമ്പോൾ ഈ അതിജീവന പോരാട്ടവേദിക്ക് ആശങ്കകളുണ്ട്, അവരവിടെ പറയട്ടെ. അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് ഈ ബില്ലിൽ ഒപ്പിടരുതെന്ന് ഗവർണർക്ക് നിവേദനം കൊടുത്തവര് ജില്ലയിലെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നവരാണെന്നുള്ള ഇതൊന്നും വേണ്ട. ഇവർ മറ്റ് പലരുടെയും ഏജന്റന്മാരാണ് എന്ന് നമ്മൾ കാണും. ഇതേസമയം വിഷയത്തിൽ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.